നാം ഒരു നിമിഷം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് പ്രകൃതിയിൽ അവശേഷിക്കുന്നത് നൂറ്റാണ്ടുകളാണ്. നമ്മുടെ മണ്ണും ജലവും ആരോഗ്യവും ഇന്ന് ഈ വിപത്തിന്റെ പിടിയിലാണ്. വില്ലൻ പ്ലാസ്റ്റിക്കോ അതോ നമ്മുടെ നിരുത്തരവാദിത്തമോ? പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാത്ത കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന പരിസ്ഥിതി വകുപ്പും യൂണിസെഫും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു വിപ്ലവമായ പദ്ധതിയാണ് പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലെസ് പ്ലാസ്റ്റിക് മോർ ലൈഫ് എന്നുള്ളതാണ് ക്യാമ്പയിൻ്റെ പേര്. നമ്മുടെ കുട്ടികളും യുവജനങ്ങളാണ് ഈ മാറ്റത്തിൻ്റെ മുന്നണി പോരാളികൾ. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സ് ഒഴിവാക്കി സ്റ്റീൽ ബോട്ടിൽസ്, ക്ലോത്ത് ബാഗ്സ് തുടങ്ങിയ ഇക്കോ ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. വീടുകളിലും സ്ഥാപനങ്ങളിലും എത്രത്തോളം പ്ലാസ്റ്റിക് ഉപയോഗം ഉണ്ടെന്ന് സ്വയം വിലയിരുത്തണം. എല്ലാവരും സ്റ്റീൽ ബോട്ടിൽസ്, ക്ലോത്ത് ബാഗ്സ് ഉപയോഗിക്കുന്നത് ശീലമാക്കിയിട്ട് ഈ ക്യാമ്പയിനിലെ ഭാഗമാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാറ്റം ചെറിയ ശീലങ്ങളിൽ നിന്ന് തുടങ്ങാം. പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരം തുണി സഞ്ചിയും പ്ലാസ്റ്റിക് കുപ്പിക്ക് പകരം സ്റ്റീൽ കുപ്പിയും ശീലമാക്കാം. വ്യക്തി ശുചിത്വ ശീലങ്ങളിലും മാറ്റം വരുത്താം. സ്റ്റീൽ സേഫ്റ്റി റേസറുകൾ, മുള കൊണ്ടുള്ള ടൂത്ത് ബ്രഷുകൾ, മെൻസ്ട്രൽ കപ്പുകൾ, തുണി പാഡുകൾ, ബാംബു, ബനാന ഫൈബർ പാഡുകൾ, തുണി ഡൈപ്പറുകൾ എന്നിവ ശീലമാക്കൂ. പ്ലാസ്റ്റിക് സാഷകൾ ഒഴിവാക്കി വലിയ ജാറുകൾ അല്ലെങ്കിൽ റീഫിൽ ഡിസ്പെൻസറുകൾ തിരഞ്ഞെടുക്കൂ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനോട് ഇന്ന് തന്നെ നോ പറയാം. ശാസ്ത്രീയ മാലിന്യ പരിപാലനം ഉറവിടത്തിൽ തന്നെ നിന്നും ആരംഭിക്കുന്നു. അജൈവ മാലിന്യങ്ങൾ വൃത്തിയാക്കി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ജൈവമാലിന്യങ്ങൾ പരമാവധി ഉറവിട ജൈവമാലിന്യ സംസ്കരണ ഉപാധികളിലൂടെ സംസ്കരിക്കേണ്ടതുമാണ്. കേരളത്തിൽ ഇന്ന് ഏകദേശം 25 ലക്ഷത്തിൽ പരം വീടുകൾ ഉറവിട ജൈവമാലിന്യ സംസ്കരണ മാതൃക പിന്തുടരുന്നു. കേരളത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വാതിൽപ്പടി സേവനം നൽകുന്ന സംരംഭമാണ് ഹരിതകർമ്മസേന. ഉറവിടത്തിൽ തരംതിരിച്ച് വൃത്തിയാക്കിയ അജൈവ മാലിന്യ ശേഖരണവും ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ഉപാധികളും ലഭ്യമാക്കൽ എന്നിവയാണ് മുഖ്യ വാതിൽപ്പടി സേവനങ്ങൾ. 37,000-ൽ പരം അംഗങ്ങളുള്ള ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് കേരളത്തിലെ വാതിൽപ്പടി മാലിന്യ ശേഖരണം 94% ഉയർന്നു കഴിഞ്ഞു. നിയമങ്ങൾ ഇന്ന് കർക്കശമാണ്. പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുകയോ കത്തിക്കുകയോ കുഴിച്ചുമൂടുകയോ ചെയ്യുന്നവർക്ക് 5,000 രൂപ വരെയാണ് പിഴ. മലിനജലം പൊതുസ്ഥലങ്ങളിലേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിവിടുന്നതിന് 5,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പിഴ. മാലിന്യമോ ചവറോ മറ്റ് വിസർജ്യ വസ്തുക്കളോ ജലാശയത്തിൽ ഇടുന്നത് 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും 6 മാസം മുതൽ 1 വർഷം വരെ തടവും കിട്ടാവുന്ന കുറ്റമാണ്. മാറ്റത്തിന്റെ വാഹകരായി നമ്മുടെ കുട്ടികളും യുവാക്കളും മുന്നിലുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ നിർമ്മിച്ചിരിക്കുന്നത് സീറോ കോസ്റ്റ് ടീഷർട്ട് ബാഗ്സ് ആണ്. പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന ഒരു ബാഗാണിത്. ഇതിനെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെലവും വന്നിട്ടില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ഒരു ബാഗാണിത്. ആകെ വേണ്ടത് ഒരു ടീഷർട്ടും സിസേഴ്സും മാത്രമാണ്. നമ്മൾ ഓരോ ദിവസവും മണ്ണിലേക്ക് പ്ലാസ്റ്റിക് ബാഗ് വലിച്ചെറിയുമ്പോഴും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോഴും നമ്മൾ ഞങ്ങളുടെ കോളേജിൽ ഭൂമിത്രസേന യൂണിറ്റ് ഉണ്ടാക്കിയ ഈ പേപ്പർ ബാഗിൽ പേപ്പറും കാർഡ്ബോർഡ് എന്നിവയുള്ള ബയോഡിഗ്രേഡബിൾ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. ബയോ ബൊക്കെ എന്ന് പറയുന്ന പ്രോജക്റ്റ് വരുന്ന അതിഥികൾക്കും ചീഫ് ഗസ്റ്റിനും ഒക്കെ നമ്മൾ ജനറലി കൊടുക്കാറുള്ളത് ബൊക്കെയാണ്. അപ്പോൾ ആ ഫ്ലവേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉള്ള ഫ്ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്.
അപ്പോൾ അതിന് പകരം ഒരു ജീവൻ കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആശയം ഇവിടെ ഉള്ളത്. നമ്മൾ വരുന്ന അതിഥികൾക്കൊക്കെ ഇതുപോലെ ഒരു പ്ലാന്റ് സാപ്ലിംഗ് ആണ് കൊടുക്കുന്നത്. ഒരു ചെടി ഒരു ജീവനാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഭൂമിത്രസേന, NSS, NCC, നേച്ചർ ക്ലബ് തുടങ്ങിയ കൂട്ടായ്മകളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം വിലയിരുത്തുവാനും സുസ്ഥിരമായ ബദലുകൾ കണ്ടെത്തുവാനും അവർ നേതൃത്വം നൽകുന്നു. നമ്മുടെ കേരളത്തെ മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് നമ്മൾ. വ്യക്തിപരമായും കുടുംബപരമായും സ്ഥാപനതലത്തിലും സുസ്ഥിരമായ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ ഒരു തിരഞ്ഞെടുപ്പല്ല, വരും തലമുറയോടുള്ള നമ്മുടെ കടമയാണ്. വരൂ, നമുക്കൊന്നിക്കാം ഒരു മാലിന്യമുക്ത സുസ്ഥിര കേരളത്തിനായി.